ഈ പുതുതായി ഉണ്ടായതെല്ലാം ബിദ്അത്താണെന്നാണല്ലോ, കുല്ലു ബിദ്അത്തിൻ വലാലെന്നും. അപ്പം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബിദ്അത്ത് ചെയ്തു, വലാലത്ത് ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? കാരണം അസ്ഹാബിക്കൻ നുജൂം ഫബി അയ്യഹിം ഇഖ്തദൈത്തും ഇഹ്തദൈത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അപ്പം അങ്ങനത്തെ ഒരു സഹാബി ആവുമ്പം ഈ 2 ബാങ്ക് ഉണ്ടാക്കിയല്ലോ. അപ്പോൾ ഒരു ചോദ്യം അതാണ്, അദ്ദേഹം ബിദ്അത്ത് ചെയ്തോ? ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചെയ്തിയുമായി ബന്ധപ്പെട്ടാണ്. സ്വഹാബിമാർ എല്ലാവരും മാതൃകാ യോഗ്യരാണ്, ഏറെ ഫള് ഉള്ളവരാണ്, സംശയമേതുമില്ല. എന്നാൽ അസ്ഹാബി കന്നുജൂം എന്ന വാചകം ആ ഹദീസ് ദഈഫായ ഹദീസാണ്. നബി അങ്ങനെ പറഞ്ഞു എന്ന് സ്വഹിയായി സ്ഥിരപ്പെട്ടിട്ടില്ല. ആ ആശയം ശരിയാണ്, മറ്റൊരു ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ പദങ്ങൾ നബി പറഞ്ഞതായിട്ട് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. പകരം നബി തങ്ങൾ പറഞ്ഞ വേറെ ഒരുപാട് ഹദീസുകളുണ്ട്. സ്വഹാബത്തിന്റെ മഹത്വം പറഞ്ഞ ഫള് പറഞ്ഞ ഒരുപാട് ആയത്തുകളും ഹദീസുകളും സ്വഹാബത്തിനെ കുറിച്ച് സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. എത്രത്തോളം എന്നാൽ നബി തങ്ങൾ പറഞ്ഞു, എൻ്റെ സ്വഹാബിമാർ എൻ്റെ ഉമ്മത്തിന് സുരക്ഷയാണ്. വസ്ഹാബി ആമനത്തുൽ ഉമ്മത്തി, എൻ്റെ സ്വഹാബിമാർ എൻ്റെ ഉമ്മത്തിന് സുരക്ഷയാണ്. സ്വഹാബത്തിൻ്റെ കാലം കഴിഞ്ഞാൽ എൻ്റെ ഉമ്മത്തിന് ചില പരീക്ഷണങ്ങളൊക്കെ വരും എന്നുവരെ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ സ്വഹാബിമാർ ദീനിയായ കാര്യങ്ങളിൽ നബിതങ്ങൾ പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു സുന്നത്തോ ഒരു ഇബാദത്തോ അവരാരും പുതിയതായി കൊണ്ടുവന്നിട്ടില്ല. അത് 2 ബാങ്കിന്റെ വിഷയമാവട്ടെ, തറാവീഹിന്റെ വിഷയമാകട്ടെ, ഖുത്ബയുടെ കാര്യമാകട്ടെ, ഏത് കാര്യത്തിലും സ്വഹാബത്ത് ചെയ്തത് നബിതങ്ങൾ അതേപടി പിൻപറ്റുക എന്നത് മാത്രമാണ്. എത്രത്തോളം എന്നാൽ നബിതങ്ങൾ പഠിപ്പിച്ച ദിക്ർ, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ദിക്ർ, ആ ദിക്റിൽ വബി നബീക്കല്ലദീ അർസൽത എന്ന പദം ഒരു സഹാബി ചൊല്ലിയപ്പോൾ മാറി വബി നബിയിക എന്നത് വബി റസൂലിക എന്നായപ്പോഴേക്ക് അങ്ങനെയല്ല പഠിപ്പിച്ചത് എന്ന് തിരുത്തി കൊടുത്ത ചരിത്രമാണ് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കുന്നത്. തുമ്മിയപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയണം. എന്നാൽ ഒരാൾ തുമ്മിയപ്പോൾ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്ന് പറഞ്ഞപ്പോഴേക്ക് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ ഹക്കറ അല്ലമന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂൽ ഇങ്ങനെയല്ല നമ്മളെ പഠിപ്പിച്ചത്, അൽഹംദുലില്ലാ പറയാനേ പഠിപ്പിച്ചിട്ടുള്ളൂ. അപ്പൊ അത്ര കണിശമായി നബിതങ്ങളുടെ അധ്യാപകരെ പിൻപറ്റിയവരാണ് സ്വഹാബിമാർ. പിന്നെ ഉസ്മാൻ അഫ്ഫാൻ 2 ബാങ്ക് വിളിച്ചില്ലേ? ഇന്ന് നമ്മുടെ നാട്ടിലെ പള്ളികളിൽ കാണുന്നത് പോലെയുള്ള 2 ബാങ്ക് ഉസ്മാൻ അഫ്ഫാൻ നടപ്പാക്കിയിട്ടില്ല. നമ്മുടെ നാട്ടിലെ പല പള്ളിയിലുമുള്ള ജുമുഅയ്ക്കുള്ള 2 ബാങ്ക്, ആ രീതിയിലുള്ള 2 ബാങ്ക് അദ്ദേഹം നടപ്പാക്കിയിട്ടില്ല. അദ്ദേഹം ചെയ്ത പണി, വെള്ളിയാഴ്ച ബാങ്ക് കേട്ട് ആളുകൾ വരുമ്പോഴേക്ക് നേരം വൈകുന്നു. ഇന്നത്തെ പോലെ ഫോണും വാച്ചും ക്ലോക്കും ഒന്നുമില്ല, നേടി നോക്കി അതേപോലെയൊക്കെയുള്ള അടയാളങ്ങൾ വെച്ചിട്ടാണ് ആളുകൾ സമയം അറിയുക. പള്ളിയാണെങ്കിലും മൈക്കുമില്ല. അതുകൊണ്ട് വെള്ളിയാഴ്ച സാധാരണ അവരൊക്കെ പണിക്ക് പോകും. സ്വഹാബിമാർക്ക് വെള്ളിയാഴ്ച തോട്ടത്തിലേക്ക് പോകും, പണിക്ക് പോകും. അങ്ങനെ പലപ്പോഴും ആ ജുമയുടെ സമയമായി ഏകദേശം ധാരം ഉണ്ടാകുമ്പോൾ പണി നിർത്തി ഒരു പള്ളിയിലേക്ക് വരും. ചിലപ്പോഴൊക്കെ ബാങ്ക് കേൾക്കുമ്പോഴാണ് അറിയാം, ഓ അത്ര സമയമായോ, അല്ലെങ്കിൽ വാച്ചില്ല സമയം അറിയാൻ. അപ്പോൾ ഉസ്മാൻ അഫ്ഫാൻ തന്നെ ഒരിക്കൽ തോട്ടത്തിൽ പണിയെടുക്കുക, വെള്ളിയാഴ്ച തോട്ടത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് ബാങ്ക് കേട്ടു പള്ളിയിൽ. അപ്പൊ സമയം അത്ര ആയത് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. ബാങ്ക് കേട്ടപ്പോഴാണ്, ഓ എത്ര സമയമായോ, വേഗം വുളൂ ചെയ്ത് അദ്ദേഹം പള്ളിയിലേക്ക് വന്നു. ഉമർ ഖത്താബാണ് അന്ന് ഖലീഫ, അദ്ദേഹമാണ് ഖത്തീബ്. ഉമർ ഖത്താബ് മിമ്പറിൽ കയറി ഖുത്ബ നിർവഹിക്കുമ്പോഴാണ് ഉസ്മാൻ അഫ്ഫാൻ കയറി വരുന്നത്. അപ്പൊ മിമ്പറിൽ ഖത്തീബ് ചോദിക്കുക, അയ്യത്തു സഅത്തിൻ ഹാദിഹി, അല്ല സമയത്രായി, ഇപ്പോഴാണോ ജുമുഅയ്ക്ക് വരുന്നത് എന്ന് ഖത്തീബ് മിമ്പറിൽ ചോദിക്കുന്നു. ഈ സമയത്താണോ താങ്കൾ ജുമുഅയ്ക്ക് വരുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറച്ച് പണിയായിരുന്നു തോട്ടത്തിൽ, ബാങ്ക് കേട്ടപ്പോഴാണ് എനിക്ക് സമയത്തിനെ പറ്റി ധാരണ ഉണ്ടായത്. ബാങ്ക് കേട്ടപ്പോ പിന്നെ ഒരു പണി വിളിക്കാതെ ഒക്കെ നിർത്തിവെച്ച് വേഗം വുളൂ ചെയ്ത് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. അപ്പൊ ഖതീബ് അടുത്ത ചോദ്യം, ഫൽ വുളൂ അയ്ലാ, വുളൂഇൽ മാത്രം നിങ്ങൾ പരിമിതപ്പെടുത്തിയോ? നബി തങ്ങൾ പറഞ്ഞിട്ടില്ലേ, മൻ അത്തൽ ജുമുഅത ഫൽയഗ്തസിൽ, ജുമുഅയ്ക്ക് വരുന്നവർ കുളിക്കണമെന്ന് നബി പറഞ്ഞിട്ടില്ലേ? ഇപ്പൊ കുളിക്കാതെയാണോ നിങ്ങൾ വന്നത്? അതാണ് ഓല ഖുത്ബ. അത് മനസ്സിലായി കൂടി ഖതീബ് മിമ്പറിൽ ചോദിക്കുന്നു, മറ്റാൾ പ്രതികരിക്കുന്നു, നിർദ്ദേശം നൽകുന്നു, ഹദീസ് പറഞ്ഞു കൊടുക്കുന്നു, പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇതാണ് സ്വഹാബിമാർ നടത്തിയ ഖുത്ബ. നമുക്കിപ്പോൾ ആലോചിക്കാൻ പറ്റും, അത് വേറെ കാര്യം. അപ്പൊ ഈ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നമ്മുടെ നാട്ടിലെ മഹല്ല് പള്ളികളിൽ കാണുന്ന പോലെ ഒരു 5 മിനിറ്റിനുള്ളിൽ 2 ബാങ്ക്, അതൊരു ബാങ്ക് കൊടുക്കുക, ഇമാമട് കയറുക, എന്നിട്ട് അപ്പം അടുത്ത ബാങ്ക് കൊടുക്കുക, ഇങ്ങനെ 2 ബാങ്ക് ഉസ്മാൻ അഫ്ഫാൻ നടപ്പാക്കിയോ? ഇല്ല. പകരം സമയം അറിയാൻ സംവിധാനമില്ല. ധാരാളം ആളുകൾ ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളായി വന്നു. നബിന്റെ കാലത്ത് നബിയുടെ പള്ളിയുടെ ചുറ്റുഭാഗത്തിലാണ് എല്ലാവരും താമസിക്കുന്നത്. ആ മസ്ജിദ് നബവിയുടെ പരിസരത്താണ് സ്വഹാബിമാരൊക്കെ വീട്.
സുദീഖിന്റെ കാലം 2.5 കൊല്ലം അധികമൊന്നും കൂടുതൽ വികസിച്ചിട്ടില്ല. ഉമർ ഖത്താബിന്റെ കാലമായപ്പോഴേക്കും മുസ്ലിമുകളുടെ എണ്ണം കുറെ വർദ്ധിച്ചു. ഒരുപാട് ദൂരേക്ക് സ്വഹാബിമാരുടെ വീടുകളൊക്കെ ഉണ്ടായി. ഉസ്മാൻ അഫ്ഫാന്റെ കാലമായപ്പോൾ കുറച്ചും കൂടി വികസിച്ചു. ഒരുപാട് പ്രദേശത്തേക്ക് മുസ്ലിമീങ്ങളുടെ വീടുകൾ അന്നുണ്ടായി. അപ്പൊ അവിടെ നിന്നൊക്കെ പള്ളിയിലേക്ക് ആളുകൾ വരാൻ വൈകുന്നു, സമയം അറിയാൻ സംവിധാനവുമില്ല. അപ്പൊ ഉസ്മാൻ അഫ്ഫാൻ ചെയ്ത ഒരു രീതിയായിരുന്നു, അങ്ങാടിയിൽ സൗറാ എന്ന് പറയുന്ന ഒരു വീട് ഉസ്മാൻ അഫ്ഫാൻ ഉണ്ട്. ഒരു ഉയരമുള്ള വീട് ഉസ്മാൻ അഫ്ഫാന്റെ വീടാണ്, ടൗണിലുള്ള വീടാണ്. ആ വീടിന്റെ മുകളിൽ കയറിയിട്ട് ജുമാന്റെ കുറച്ച് സമയം മുമ്പേ തന്നെ ഒരു ഓർമ്മപ്പെടുത്തൽ, റെഡിയാവാനൊക്കെയായി, പടക്ക് നിർത്താനായി, പള്ളിയിൽ പോകാനൊക്കെ ഒരുങ്ങാനായി, കുളിക്കാനായി എന്ന് ഓർമ്മയാക്കാൻ വേണ്ടിയുള്ളൊരു പണി, ഒരു വിളി, അതാണ് ഉസ്മാൻ അഫ്ഫാൻ നിർവഹിച്ചത്. അത്താ റളിയല്ലാഹു അൻഹു താബിഈ അദ്ദേഹം പറയുന്നു, ഇന്നമാ കാന യദ്ഉ അൻ-നാസ ദുആഅൻ വലാ യുഅദ്ദിനു ബിഗൈരി അദാനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ജനങ്ങളെ വിളിക്കുക മാത്രമാണ് ചെയ്തത്. അദ്ദേഹം നബി തങ്ങളെ ബാങ്കല്ലാത്തൊരു ബാങ്ക് അദ്ദേഹം കൊടുത്തിട്ടില്ല. അപ്പോൾ 11 മണി 11:30 മണി സമയമാകുമ്പോൾ ഒരു അങ്ങാടിയുടെ പെരന്റെ മേലെ കയറിയിട്ട് ഒരു അനൗൺസ്മെന്റ്, ഒരു വിളി. ഞാൻ അത് ആ വിളിച്ചത് എന്ത് വാക്കായിരുന്നു? അതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണോ, ഒരു വിളി മാത്രമാണോ, അതല്ല അത് ബാങ്കന്നായിരുന്നുവോ, എന്തോ ആവട്ടെ, ചർച്ചകളൊക്കെ കിതാബിലുണ്ട്. പക്ഷെ അങ്ങാടിയുടെ വീടിന് മേലെ കയറി ജുമുഅന്റെ ഒരു 1/4 മണിക്കൂർ മുമ്പ് ഒരു ഓർമ്മപ്പെടുത്തൽ അദ്ദേഹം ചെയ്തത്. അപ്പൊ ആ വിളി കേൾക്കുമ്പോൾ ആൾക്ക് മനസ്സിലായി, പണിയൊക്കെ നിർത്തി കൈയും കാലൊക്കെ തേച്ചേകി ഒന്ന് കുളിച്ച് ഫ്രഷായി പള്ളിക്ക് പോകാൻ ഒരുങ്ങാനായിട്ടുണ്ട്. അപ്പോൾ റെഡി ഒരുങ്ങി ഒരു പള്ളിക്ക് വരും. എന്നൊരു ഖത്തീബ് മിമ്പർ കയറി സലാം ചൊല്ലി ഇരുന്നാൽ ശരിയായ ബാങ്ക് വിളിക്കും. ഇതാണ് ഉസ്മാൻ അഫ്ഫാന്റെ കാലത്ത് നടന്ന രീതി. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലത്തുണ്ടായിരുന്നു, റമദാൻ മാസത്തിൽ അത്താഴത്തിന് ഒരു വിളി, ഒരു മുട്ടുണ്ടാവും. അതേപോലെ ചില സ്ഥലത്ത് ആളുകൾ ഇങ്ങനെ എല്ലാ ഇടവഴി കൂടി ഇറങ്ങിയിട്ട് ഇങ്ങനെ ഒരു പ്രത്യേകമായ രൂപത്തിൽ തക്ബീർ ചൊല്ലി പോകും. ഇതൊക്കെ ഓർമ്മപ്പെടുത്തുക. അന്ന് ഈ അലാറമില്ല, ക്ലോക്കില്ല, വാച്ചില്ല, 10 പോലും അറിയില്ല. അവർ നോമ്പ് തുറക്കാൻ നേരത്തൊക്കെ അങ്ങോട്ട് ഇപ്പോഴും കാണാം, ബാങ്ക് വിളിക്കാനാകുമ്പോൾ ഒരു വെടി പൊട്ടും. അതൊക്കെ ബാങ്കിന്റെ സമയമായി എന്ന് അറിയിക്കാൻ സംവിധാനം എന്ന പോലെ അന്നത്തെ കാലത്ത് സംവിധാനം ഉസ്മാൻ അഫ്ഫാൻ നടപ്പിലാക്കി. അല്ലാതെ നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്ന പോലെയുള്ള 2 ബാങ്ക് ഉസ്മാൻ അഫ്ഫാൻ നടപ്പാക്കിയിട്ടില്ല. പിന്നീട് ആ വിളി ബാങ്കിന്റെ വചനമായി മാറി എന്നും അത് ടൗണിൽ നിന്ന് മാറിയിട്ട് പിന്നെ പള്ളിക്കനെ കൊണ്ടുവന്നു എന്നൊക്കെ പിന്നീട് നടന്ന സംഭവം. ഉസ്മാൻ അഫ്ഫാന്റെ ശേഷം പിന്നീട് വന്ന കാര്യങ്ങളാണ്. അതൊക്കെ പിന്നീട് കാര്യങ്ങൾ മാറി വന്നപ്പോൾ പല രൂപത്തിലേക്ക് വന്നു. ഏതായാലും ദീനിൽ ഇല്ലാത്ത പുതിയ ഒരു ഇബാദത്ത് ഉസ്മാൻ അഫ്ഫാൻ നടപ്പാക്കിയിട്ടില്ല, നടപ്പാക്കുകയുമില്ല. സ്വഹാബിമാരും നബി തങ്ങൾ പറഞ്ഞ അപ്പുറത്തേക്ക് പോയി അതിനേക്കാളും വലിയ ഒരു ഇബാദത്ത് പഠിപ്പിക്കുന്നവരല്ല സ്വഹാബിമാർ ആരും തന്നെ. അവരത് ചെയ്തിട്ടുമില്ല. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് സാഹചര്യം ഉണ്ടോ? നമുക്ക് ചെയ്യാം. ഇന്നത്തെ കാലത്ത് പോയി വാച്ചും ഫോണും കറണ്ടും ഒക്കെ ഒഴിവായി ആർക്കും സമയം സംവിധാനമില്ല, ഒന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു 10-11 വേണമെങ്കിൽ ഒരു മൈക്ക് ഇട്ടിട്ട് ഒരു വണ്ടിയിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകാം. സമയത്തായിട്ടുണ്ട്, റെഡി ആയിക്കോളി എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു ഉറക്കൽ വിളംബരം ഇത് നടത്താൻ പറ്റുമോ? നടത്താം. അതാണ് ഉസ്മാൻ അഫ്ഫാൻ ചെയ്ത പണി. അതായത് 2 ബാങ്ക് അദ്ദേഹം നമ്മുടെ നാട്ടിൽ ഉള്ളതുപോലെ 2 ബാങ്ക് അദ്ദേഹം കൊടുത്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഫത്ഹുൽ ബാരിയിൽ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലി റഹിമഹുല്ലാഹ് ബാങ്കിന്റെ അധ്യായത്തിൽ ഈ വിഷയം വളരെ വിശദമായി അദ്ദേഹം ചർച്ച ചെയ്തിട്ടുണ്ട്. അത്താ റളിയല്ലാഹു അൻഹു പറഞ്ഞ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഉസ്മാൻ അഫ്ഫാൻ വിളിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്ന ആ റിപ്പോർട്ട് അടക്കം അദ്ദേഹം നൽകിക്കൊണ്ട് അതാണ് ഉസ്മാൻ അഫ്ഫാന്റെ രീതി എന്ന് അദ്ദേഹം ഫത്ഹുൽ ബാരിയിൽ കിതാബുൽ അദാൻ ബാങ്കുമായി ബന്ധപ്പെട്ട അധ്യായത്തിൽ അദ്ദേഹം ചർച്ച ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സ്വഹാബിമാരും നബി തങ്ങൾ പഠിപ്പിച്ചപ്പോഴും ചെയ്തിട്ടില്ല.